ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ഒരു ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അഭൂതപൂർവമായ തിരക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ 3-4 മാസമായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു ഭരണം മാറണമെന്നുള്ള ചിന്ത ജനങ്ങളിൽ വളരെ രൂഢമൂലമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF ഭരണം വരണമെന്ന് തന്നെയാണ്. അതനുസരിച്ചുള്ളൊരു വികാരം ഞങ്ങൾക്ക് എല്ലായിടത്തും പ്രകടമാണ്. ഒരു സംശയവും വേണ്ട, ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ 10 വർഷക്കാലം കബളിപ്പിച്ചവർക്ക് ആരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? BJP ഏതായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അപ്പോൾ ജനങ്ങൾ UDFനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന് ഗുഡ് ബൈ പറയുന്ന ദിവസമാണ് ഇന്ന് എന്ന്. ആ ഗുഡ് ബൈ ആണ് എനിക്കും അദ്ദേഹത്തോട് പറയാനുള്ളത്. വളരെ അധാർമികമായ നടപടികളാണ് BJP കേരളത്തിലൊട്ടാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും പണം കൊടുക്കും. ഇന്നലെ ഇവിടെ തന്നെ പലയിടത്തും പണം കൊടുത്തുള്ള പരാതികൾ ഉയർന്നു വന്നു. പണം കൊടുക്കുക, കിറ്റ് കൊടുക്കുക, സാരി കൊടുക്കുക, ഇതൊക്കെ കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രവണതയാണ്. വോട്ടിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന നടപടിയെ ആരും അംഗീകരിക്കില്ല. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ചെയ്യാറില്ല. BJP ഇത് ചെയ്യുന്നത് അധാർമികമായ നടപടിയാണ്. BJP ഇതിന് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് BJP അവർക്ക് കിട്ടുന്ന വോട്ടുകൾ കൃത്യമായി ഇത്തവണ പിടിച്ചാൽ ഹരിപ്പാട്ട് സാഹചര്യം മാറുമെന്ന്. അല്ല, അത് വോട്ടെണ്ണി കഴിയുമ്പോൾ അവർക്ക് പിടികിട്ടും. വോട്ടെണ്ണി കഴിയുമ്പോൾ നാസറിനെ പിടികിട്ടും. കഴിഞ്ഞ തവണ ഇത് പറഞ്ഞതാണ്. ഇവിടെ BJPയും CPMുമായിട്ടാണ് ധാരണ. കഴിഞ്ഞ തവണയും CPMൻ്റെ വോട്ടാണ് BJPയിലേക്ക് പോയത്. അത് വോട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് പോയത് ആരുടെ വോട്ടായിരുന്നു? CPMൻ്റെ വോട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ BJP 2ാം സ്ഥാനത്ത് വന്നത്. ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്ത് വന്നത്, CPM 3ാം സ്ഥാനത്തും പോയി. അത് ഞങ്ങളുടെ വോട്ട് പോയതുകൊണ്ടാണോ? അത് ഞങ്ങളുടെ വോട്ട് കൊണ്ടുപോയത് കൊണ്ടാണോ? CPM എല്ലാ കാലത്തും ഇവിടെ 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ആരുടെ വോട്ടാണ് പോയെ? പറയുന്നതിന് യുക്തി വേണ്ടേ? അവരുടെ വോട്ടാണ് ഒഴിച്ചു പോയത് കഴിഞ്ഞ തവണ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് അതേപോലെ കിട്ടി. അവരുടെ വോട്ട് BJP പോയപ്പോഴാണ് അവർ 3ാം സ്ഥാനത്ത് പോയത്. ഹരിപ്പാട്ട് UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ കാണുകയായിരുന്നു. ഇപ്പോൾ ആറന്മുളയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം, ആദ്യ മണിക്കൂറിൽ ആറന്മുളയിൽ മികച്ച പോളിംഗ് ആണ്. 3 മണിക്കൂറിനോട് അടുക്കുമ്പോൾ ഏതാണ്ട് 20% പോളിംഗ് ആറന്മുളയിൽ രേഖപ്പെടുത്തിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആറന്മുളയിലെ മുണ്ടുകോട്ടയ്ക്കൽ പോളിംഗ് ബൂത്തിൽ വോട്ടേഴ്സിനെ ട്രോളിയിൽ ചുമന്ന് എത്തിക്കുന്ന വിവരവും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കക്ഷി ചോദിക്കുന്നുണ്ട്, ഉമേഷ് വണ്ടൂർ ചോദിക്കുന്നു, SKN വോട്ട് ചെയ്തു, ഞാനിതുവരെ വോട്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പോയി വോട്ട് ചെയ്യാം. തൃപ്പൂണിത്തുറയിലാണ് വോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.